പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. ദേശീയ തലസ്ഥാനത്ത് നിന്ന്, ഡൽഹിയിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഇന്ന് ഒട്ടനവധി വാർത്തകളുണ്ട്. ഓരോ വാർത്തകളായി നമുക്ക് പരിശോധിക്കാം. ഇന്ന് സ്വാമി ലക്ഷ്മണാനന്ദയുടെ ജന്മശതാബ്ദി ദിനമാണ്. മതപരിവർത്തനത്തിനെതിരെ പൊരുതി ജീവൻ വെടിഞ്ഞ വേദാന്ത കേസരി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകുകയാണ്. ഒഡീഷയിൽ മാത്രം ഏതാണ്ട് 25,000 സ്ഥലങ്ങളിൽ ജന്മശതാബ്ദി പരിപാടികൾ നടക്കും. ഭാരതത്തിലാകമാനം ഹിന്ദു ശാക്തീകരണം പ്രകടമാക്കുന്ന നിരവധി പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി ജന്മശതാബ്ദി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കലശഘോഷയാത്ര, ഗോപൂജ യജ്ഞം, നഗരപ്രദക്ഷിണം, ധാർമ്മിക സമ്മേളനം, സാംസ്കാരിക പരിപാടികൾ, പ്രഭാഷണങ്ങൾ, സ്വാമിജിയുടെ ജീവിതാദർശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, സ്വാമി സച്ചിദാനന്ദ, ശിവദാസ് ബാബ, സ്മൃതി സാഗർ മഹാരാജ്, ജീവൻ ചൈതന്യ മഹാരാജ്, സച്ചിദാനന്ദ ദാസ് മഹാരാജ്, ബാബ വിശ്വനാഥ് ദാസ്, ശാരദാനന്ദ സരസ്വതി, അവിനാശ് ബാബ, RSS ക്ഷേത്രകാര്യവാഹ് ദുർഗാപ്രസാദ് സാഹു തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമാകും. സെപ്റ്റംബർ 4 വരെ ഒഡീഷയിലെ എല്ലാ ഗ്രാമങ്ങളിലും ലക്ഷ്മണാനന്ദ സരസ്വതി സ്മൃതി പരിപാടികൾ നടക്കും. ഒക്ടോബറിൽ ചാക്കാപാദിൽ സംസ്കൃത സമ്മേളനവും ജലേസ്പതയിൽ വനിതാ സമ്മേളനവും നടക്കും. നവംബറിൽ സാമ്പൽപൂർ, ബ്രഹ്മപൂർ, ഭുവനേശ്വർ, ഹരിദ്വാർ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ കേന്ദ്രങ്ങളിൽ മഹാസമ്മേളനങ്ങൾ ഉണ്ടാകും. 2027 ജനുവരി മുതൽ ഏപ്രിൽ വരെ എല്ലാ ഗ്രാമങ്ങളിലും സന്യാസിമാരുടെ നേതൃത്വത്തിൽ ജനജാഗരണ യാത്രകളും മെയ് മാസത്തിൽ ബ്ലോക്ക് നഗരതലങ്ങളിൽ വിശാല ഹിന്ദു സമ്മേളനങ്ങളും നടക്കും. മതപരിവർത്തന മാവോയിസ്റ്റ് അച്യുതണ്ടിനെതിരായ മുന്നേറ്റത്തിന് സ്വാമി ലക്ഷ്മണാനന്ദ നേതൃത്വം നൽകിയതാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് കാരണമായത്. വനവാസി സമൂഹത്തിനിടയിലെ മതപരിവർത്തനത്തിനെതിരെ ലക്ഷ്മണാനന്ദ സരസ്വതി നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലൂടെ ഹൈന്ദവ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തും ആവേശവും പകരുകയാണ് ലക്ഷ്യം. ജനം, ഡൽഹി. പ്രേക്ഷകരെ, ഈ വന്ദേ മാതര ആലാപനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനത്തിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത്, AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ചൊല്ലിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി സോണിയയും അതേപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയും രാഹുലും ശ്രമിച്ചിരുന്നു. അതിനെതിരെ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് വന്ദേ മാതരത്തെയും വിഭജിച്ചിരുന്നു. വന്ദേ മാതരത്തെ BJP സർക്കാർ ഒന്നിച്ചു. എന്നാൽ ആ ഒന്നിച്ച വരികൾ അല്ലെങ്കിൽ വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഇസ്ലാമിക രാഷ്ട്രീയ പ്രീണനമാണ് അതിന് കാരണം എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ. അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് പ്രേക്ഷകർ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഈ വന്ദേ മാതരം അത് ഭാരതാംബയെ സ്തുതിക്കുന്ന ഗീതമാണ്. അതിൽ ചില വരികൾ അതിൽ ഭാരതാംബയെ ദേവിയായി വർണ്ണിക്കുന്നു. അത് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിം വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലീഗടക്കം അതിനെ എതിർക്കുന്നു. എന്നാൽ കോൺഗ്രസ് അതിനെ എന്തിനെതിർക്കുന്നു എന്ന് ചോദിച്ചാൽ കേവലം വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. മതന്യൂനപക്ഷങ്ങളെ കയ്യിലടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗം മാത്രമാണ് ഈ വന്ദേ മാതരത്തെ കോൺഗ്രസ് എതിർക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഏതായാലും വന്ദേ മാതര ആലാപന വിവാദത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയിലെ വളരെ പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തോടാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം നൽകുവാൻ വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വന്ദേ മാതരം ആലാപനം തടയുന്നത് കുറ്റകരമാക്കുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി നിയമം സ്വകാര്യ ചടങ്ങുകൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് മനു അഭിഷേക് സിംഗ്വി അദ്ദേഹം നൽകിയിരിക്കുന്ന നിയമോപദേശം. സർക്കാർ ചടങ്ങുകൾക്ക് മാത്രമേ ഈ നിയമം ബാധകമാകൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. വിവാദത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടയിലാണ് സിംഗ്വിയുടെ ഈ നിയമോപദേശം എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതായാലും സിംഗ്വി നിയമോപദേശം നൽകിയിരിക്കുന്നത് വളരെ കൃത്യമാണ്. അതായത് സ്വകാര്യ ചടങ്ങുകൾക്ക് ആലാപനം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആലപിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിയമോപദേശം. AICC ആസ്ഥാനത്ത് നടന്നത് സ്വകാര്യ ചടങ്ങുകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണിപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇനി നീറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടവർക്ക് വൻ തിരിച്ചടി എന്നുള്ളതാണ്. പരീക്ഷാ നടത്തിപ്പിലോ OMR ഷീറ്റുകളിലോ യാതൊരുവിധ തിരുമറികളും നടന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കൃത്യമായ തെളിവുകളില്ലാതെ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജികൾ കോടതി തള്ളിക്കളയുകയും ചെയ്തു. വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിച്ചത്. വിദ്യാർത്ഥികൾ പരീക്ഷാ പേപ്പറിൽ നടത്തുന്ന റഫ് വർക്കുകൾ OMR ഷീറ്റിലെ ഉത്തരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ ക്രമക്കേടായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ സമർത്ഥിച്ചിരിക്കുകയാണ്. പൊതു താൽപര്യ ഹർജി എന്ന പേരിൽ വ്യാജവും അവ്യക്തവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ കോടതി ശക്തമായി വിമർശിച്ചു. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായി സമീപിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പരീക്ഷാ ഏജൻസികളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ പൊതു താൽപര്യ ഹർജി പിൻവലിക്കാൻ ഈ ഹർജിക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പിഴവുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതിനെ മുതലെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിനെ മുതലെടുത്തുകൊണ്ടാണ് CJP നമുക്കറിയാം പാറ്റാക്കൂട്ടം തെരുവിലിറങ്ങി വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ഈ NTA ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത നൽകിയിരിക്കുന്നത്. അതായത് പരീക്ഷാ സുതാര്യതയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവേശന പരീക്ഷകളുടെ പ്രൊവിൻഷ്യൽ ഉത്തര സൂചികകൾ അത് ആൻസർ കീ ചലഞ്ച് സംവിധാനം ചിലവേറിയതാണെന്നുള്ള ആരോപണം NDA തള്ളിയിരിക്കുകയാണ്. സാമ്പത്തിക ലാഭത്തിനല്ല, മറിച്ച് പരീക്ഷാ നടപടികളുടെ നിഷ്പക്ഷതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഈ രീതി തുടരുന്നത് എന്നുള്ളതാണ് NTA വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ചോദ്യം ചെയ്തതിന് ഉയർന്ന തുക ഈടാക്കുന്നു എന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതിക്ക് മറുപടിയുമായിട്ടാണ് NTA ഈ ഔദ്യോഗിക പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് 200 രൂപ വീതം ഈടാക്കുന്നത് വ്യാജവും അനാവശ്യവുമായിട്ടുള്ള പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികൾ വിഷയാധിഷ്ഠിത വിദഗ്ധർ പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചോദ്യം ചെയ്ത തുക പൂർണ്ണമായും തിരികെ നൽകുമെന്നുള്ളതാണ് NDA വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു ചെലവേറിയ സംവിധാനമല്ലെന്നും അർഹരായ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന രീതിയാണെന്നുമാണ് NDA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദേശീയ പരീക്ഷാ ഏജൻസിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇനി മറ്റൊരു പേപ്പർ ലീക്കിൻ്റെ വാർത്ത കൂടിയുണ്ട്. ഛത്തീസ്ഗഡിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുകയാണ്. റായ്പൂരിലെ പ്രശസ്തമായിട്ടുള്ള ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലാണ് BSc അഗ്രികൾച്ചർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത്. വാട്സപ്പ് വഴി പ്രചരിപ്പിച്ച ചോദ്യപേപ്പറിന് യഥാർത്ഥ ചോദ്യങ്ങളുമായി 70% സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വൻ പ്രതിഷേധത്തെ തുടർന്ന് പരീക്ഷ റദ്ദാക്കാൻ അധികൃതർ നിർബന്ധിതരായി എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലെ BSc അഗ്രികൾച്ചർ 2ാം വർഷ പരീക്ഷ നടക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ഈ വാട്സപ്പിൽ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെട്ടത്. പരീക്ഷയ്ക്ക് ശേഷം ചോദ്യപേപ്പർ പരിശോധിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചോദ്യങ്ങളുമായി ഏതാണ്ട് 70% സാമ്യമുണ്ട് ഈ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് എന്നുള്ള സ്ഥിരീകരിച്ചത്. ഇതോടെ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ചോദ്യം ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ക്യാമ്പസിനുള്ളിലും ശക്തമായ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അതിൻ്റെ അലയൊലികളും അവസാനിക്കുന്നതിന് മുമ്പേ ഛത്തീസ്ഗഡിൽ വീണ്ടും ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ അതിൻ്റെ വിവാദങ്ങളും ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിനും അതേപോലെ തന്നെ സുരക്ഷാ മുൻഗണനകൾക്കും വേഗം കൂട്ടാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിസ്ഥാന സൗകര്യ വികസനം അതേപോലെ തന്നെ ദേശീയ സുരക്ഷ
വിദേശകാര്യ നയങ്ങൾ, അതേപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങൾ എന്നിവയിലെ ഭാവി ആക്ഷൻ അജണ്ട യോഗത്തിൽ വിശദമായി തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ബാഹ്യ സുരക്ഷ ശക്തമാക്കുന്നതിനൊപ്പം വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതും യോഗം ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിദേശ നയങ്ങളും ജനകേന്ദ്രീകൃതമായ സുതാര്യ ഭരണവും ഉറപ്പാക്കുവാനുള്ള പുതിയ പദ്ധതികൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തിയിരിക്കുകയാണ്. വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിച്ച് തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ചുമന്ന നാടകളിൽ ഒരു സാധാരണക്കാരൻ്റെയും ജീവിതം കുടുങ്ങരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിക്കടി ഇത്തരത്തിലുള്ള ഉന്നതതല യോഗം, സെക്രട്ടറിമാരുടെയും മറ്റും യോഗം വിളിച്ച് കൃത്യമായി പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച വിവിധ ക്യാബിനറ്റ് മന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചിരുന്നു. അന്നും അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ചത് സാധാരണക്കാർ ഒരു തരത്തിലും ബുദ്ധിമുട്ടരുത് എന്നുള്ളതാണ്. സാധാരണക്കാരുടെ ജീവിതവും ജീവനുമാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഫയലിൽ. അത് കൃത്യമായി ഓർത്തുകൊണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓരോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വളരെ കൃത്യമായിരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുകയാണ്. ഒരു ജനസേവകന് ഇതിന് അപ്പുറം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, രാജ്യത്ത് സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിനുമായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഒരാളുടെ പേരിൽ അനുവദിക്കുന്ന സിം കാർഡുകളുടെ പരിധി ലംഘിക്കുന്നവർക്ക് പുതിയ കണക്ഷൻ നൽകരുതെന്ന് BSNL ഉൾപ്പെടെയുള്ള എല്ലാ ടെലികോം ഓപ്പറേറ്റർമാർക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാജ കണക്ഷനുകൾ പൂർണ്ണമായും തടയുന്നതിനായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ സജ്ജമാക്കാൻ സർവീസ് പ്രൊവൈഡർമാർക്ക്, അതായത് ടെലികോം കമ്പനികൾക്ക് ഓഗസ്റ്റ് 24 വരെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. നിലവിലെ നിബന്ധനകൾ പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി 9 സിം കാർഡുകൾ വരെ എടുക്കാമെന്നുള്ളതാണ്. ഇത് ജമ്മു കാശ്മീരിലും അസം അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും 6 എന്നുള്ളത് പ്രേക്ഷകർ ഓർക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 9 ഈ സിം കാർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കുക. ഓഗസ്റ്റ് 24 മുതൽ പുതിയ സിം കാർഡ് എടുക്കാൻ എത്തുന്നവരുടെ അപേക്ഷകരുടെ വിവരങ്ങൾ പുതിയ പ്ലാറ്റ്ഫോം വഴി തത്സമയം പരിശോധിച്ച് പരിധി കഴിഞ്ഞവർക്ക് സിം നൽകുന്നത് ടെലികോം കമ്പനികൾ നിരസിക്കണമെന്നുള്ളതാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നവംബർ 30 ടെലികോം ഓപ്പറേറ്റർമാർ തങ്ങളുടെ സിസ്റ്റങ്ങൾ DAP പ്ലാറ്റ്ഫോമുമായി പൂർണ്ണമായും ബന്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് അനുവദിക്കുന്ന അധിക കണക്ഷനുകൾ സസ്പെൻഡ് ചെയ്യുമെന്നുമുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ സുതാര്യമായ നടപടികളാണ്. നമുക്കറിയാം, ഈ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നു. ബൾക്കായി സിം കാർഡുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ ഈ രാജ്യത്ത് അരങ്ങേറുന്നു. അതിൽ കൃത്യമായി തടയിടുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പൗരന് 9 സിം കാർഡുകൾ മാത്രം അനുവദിക്കുക എന്നുള്ളത്, പരമാവധി 9 സിം കാർഡുകൾ മാത്രം അനുവദിക്കുക എന്നുള്ളത് കേന്ദ്ര ടെലികോം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അസമും അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും ആ പരിധി 6 എന്നുള്ളതാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ, കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും ഓൺലൈൻ സുരക്ഷയ്ക്കും കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള ഹർജിയിൽ നിർണായക നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുന്നത് നയപരമായ തീരുമാനമാണ് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് കാമേശ്വർ റാവു, അതേപോലെ തന്നെ ജസ്റ്റിസ് മൻപീത് PS
ജസ്റ്റിസ് അറോറ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേന്ദ്ര വിവരസാങ്കേതിക മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമായ നയരൂപീകരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല വികസിത രാഷ്ട്രങ്ങളും ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ അത്തരം വിലക്കുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. അത്തരം വിലക്കുകൾ വേണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നതും അതിൽ കേന്ദ്ര സർക്കാരാണ് നയപരമായ തീരുമാനമെടുക്കേണ്ടത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിൽ ഉചിതമായ ഒരു നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി വരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇത്തരത്തിൽ കൊച്ചുകുട്ടികൾ, വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വഴി മറ്റ് പ്രവണതകളിലേക്കും അതേപോലെ തന്നെ മറ്റ് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിലേക്കുമൊക്കെ തന്നെ എത്തുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നത്. നമുക്കറിയാം, ഓരോ ഭാരതീയനും രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്നത് നമ്മുടെ സുരക്ഷാ സേനകൾ പുലർത്തുന്ന ജാഗ്രതയുടെ ഫലം കൂടിയാണ് എന്നുള്ളതാണ്. രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പരമോന്നത രാഷ്ട്രം എങ്ങനെ ഒരു പരംവൈഭവത്തിലെത്തുക എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ സുരക്ഷ അതീവ പ്രാധാന്യമുണ്ട്. നമ്മുടെ 3 സേനാ വിഭാഗങ്ങളും രാത്രിയിലും പകലും എന്നിങ്ങനെ ഭേദമില്ലാതെ നമ്മുടെ അതിർത്തികൾ കാക്കുകയാണ്. പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അവരുടെ അതിർത്തികളിൽ സേനാവിന്യാസവും അതേപോലെ തന്നെ ആയുധവിന്യാസവും ഒക്കെ നടത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിന് പിന്നാലെ തന്നെ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിൽ ഏതുവിധ നടപടികളെയും നേരിടുവാൻ വേണ്ടി സുസജ്ജമാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം രാജസ്ഥാനിലെ ജയ്സാൽമീർ, അത് ഇന്ത്യ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ജയ്സാൽമീറിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് തൊട്ടടുത്ത് കരസേനയുടെ ആർമി ഏവിയേഷൻ വിംഗ് നിർണായക അഭ്യാസ പ്രകടനം നടത്തിയിരിക്കുകയാണ്. നിരവധി ആർമി ഹെലികോപ്റ്ററുകൾ പങ്കെടുത്ത ലാൻഡിംഗ് ടേക്ക് ഓഫ് പരിശീലനങ്ങളാണ് അതിർത്തി മേഖലയിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. മരുഭൂമിയിലെ പ്രതികൂല കാലാവസ്ഥയിലും ഏകോപനത്തോടെയും കൃത്യതയോടെയും ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ സൈന്യത്തിന് സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ അഭ്യാസ പ്രകടനങ്ങൾ. അടിയന്തര സാഹചര്യങ്ങളിൽ സൈനികരെയും ആയുധങ്ങളെയും അതിവേഗം അതിർത്തിയിലെത്തിക്കുവാനുള്ള ശേഷി പരിശോധിക്കുക കൂടിയായിരുന്നു ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതാണ് ആർമി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ സൈനിക അഭ്യാസത്തിലൂടെ ഭാരതം നൽകുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ടിബറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നമുക്കറിയാം, ടിബറ്റ് പൂർണ്ണമായും ചൈന കടന്നു കയറിയിരിക്കുകയാണ്. ടിബറ്റിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ മുഴുവൻ തച്ച് തകർത്തുകൊണ്ട് ചൈനീസ് ആധിപത്യം നടപ്പാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചൈന കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ആകെ വേദിയാകുന്നുണ്ട്. ടിബറ്റൻ ജനതയുടെ സാംസ്കാരിക സത്വവും പരമ്പരാഗത അവകാശങ്ങളും കവർന്നെടുക്കുവാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം ഇരമ്പി എന്നുള്ളതാണ് വാർത്ത. ചൈന നടപ്പിലാക്കുന്ന വിവാദപരമായ എത്നിക് യൂണിറ്റി ആൻഡ് പ്രോഗ്രസ് എന്ന പേരിൽ നടപ്പാക്കുന്ന നിർബന്ധിത ചൈനീസ് വൽക്കരണത്തിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. നിയമത്തിനെതിരെ 100 കണക്കിന് ടിബറ്റൻ അഭയാർത്ഥികൾ തെരുവിലിറങ്ങി തലമുണ്ടനം ചെയ്ത് വേറിട്ട രീതിയിലായിരുന്നു പ്രതിഷേധം നടന്നത്. സ്വന്തം മാതൃരാജ്യത്തെ ചൈനീസ് അധിനിവേശത്തിലും അടിച്ചമർത്തലിലും പ്രതിഷേധിച്ച് ഭാരതത്തിൽ അഭയം തേടിയ ടിബറ്റൻ ജനത വീണ്ടും പോരാട്ട വീര്യമുയർത്തുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, UK-യിലും US-ലും അടക്കം ഈ ടിബറ്റൻ ജനത ഇത്തരത്തിൽ ചൈനീസ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ആ പ്രതിഷേധങ്ങളൊന്നും നിലവിൽ ഫലം കണ്ടിട്ടില്ല. അതേസമയം തന്നെ ഒരു കാരണവശാലും തങ്ങളുടെ സ്വത്വം വിട്ടു നൽകില്ല, ആ സ്വത്വത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ചൈനീസ് ജനത എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒഡീഷയിൽ ഒരു അക്രമം നടന്നിരിക്കുകയാണ്. അതായത് സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകൻ തന്നെ അക്രമിയായി മാറുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഒഡീഷയിലെ ബാലസോറിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു വൺ വേ പ്രണയം, അതിൻ്റെ പേരിലാണ് ഈ അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മുൻപ് നൽകിയ, അതായത് ഈ അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. ഈ പെൺകുട്ടി ഈ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നു. നിരന്തരം ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് ഈ അധ്യാപകനെതിരെ ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നു. ഇതിൽ പ്രകോപിതനായിട്ടാണ് അധ്യാപകൻ ഇന്നലെ, ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ യുവതിയുടെ വീട്ടിലേക്ക് കടന്നു കയറുകയും
അവർക്ക് നേരെ കത്തി വീശുകയും ചെയ്തത്. കുടുംബത്തിലെ 4 അംഗങ്ങൾ ഉൾപ്പെടെ 5 പേർക്ക്, ഈ പെൺകുട്ടിക്ക് ഉൾപ്പെടെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. ഒഡീസയിലെ ബാലസോർ ജില്ലയിലെ ഔപദ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രതിയെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് തടയാൻ ശ്രമിച്ച ഈ യുവതിയുടെ ബന്ധുക്കൾക്കും ഈ പരിക്കേൽക്കിട്ടുണ്ട്, വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഏതാണ്ട് പരിക്കേറ്റ 5 പേരെയും ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ യുവതിയുടെ മുത്തച്ഛൻ്റെയും സഹോദരൻ്റെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ഈ ബാലസോർ പോലീസ് നൽകിയ വിശദീകരണം കൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. वो जिस स्कूल का टीचर थे, ओपदा नोडल स्कूल का, उस स्कूल का ही जो विक्टिम उसी स्कूल का ही टीचर थी. उनके साथ उनका लव अफेयर्स हुई, वन साइडेड लव अफेयर्स हुई. उसको लेकर के पहले भी उनका इंडिसिप्लिन कंडक्ट भी कुछ था, जिसके लिए उनका डिपार्टमेंट ने उनके खिलाफ भी कार्रवाई की थी. 5 व्यक्ति घायल हुए हैं और दोनों व्यक्ति की हालत थोड़ा गंभीर है और इनको कटक को रेफर किया गया है. अभी जहाँ तक खबर है, ये लोग हमारा हाईटेक कॉलेज में ट्रीटमेंट उनका चल रही है और हमारा टीम भी रवाना हो चुकी है वहाँ उनका डाइंग डिक्लेरेशन करने के लिए. പ്രേക്ഷകരെ, ഇനി മഹാരാഷ്ട്രയിൽ നിന്നുമുള്ളൊരു വാർത്ത പരിശോധിച്ചാൽ, മഹാരാഷ്ട്രയിൽ തുറന്ന ഭക്ഷ്യ എണ്ണ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മായം ചേർക്കൽ തടയുവാനും പൊതുജന ആരോഗ്യം സംരക്ഷിക്കുവാനും കടുത്ത നടപടിയാണ് FDA എടുത്തിരിക്കുന്നത്. ഈ നിയമം ലംഘിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും നൽകുമെന്നുള്ളതാണ്. വ്യാജ ലൈസൻസുകൾക്കും അനധികൃത എണ്ണ മിശ്രിതങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സീല് ചെയ്തതും ലേബലുള്ളതുമായ പാക്കറ്റുകൾ മാത്രം വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ലൂസായിട്ട് പൊട്ടിച്ച അല്ലെങ്കിൽ പാക്കറ്റിന് പുറത്തുള്ള എണ്ണകൾ വിൽക്കുന്നത്, അത് ഏത് ടൈപ്പ്, ഏത് വിധം എണ്ണകളാണേലും അത് പൂർണ്ണമായും മഹാരാഷ്ട്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പൊതുജന ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഈ നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അടുത്തൊരു വാർത്ത പരിശോധിച്ചാൽ, ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. തെലങ്കാന സർക്കാരിൻ്റെ E-PASS സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും മുൻകൂറായി ഈടാക്കുവാനുള്ള സർവകലാശാല ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം കടുക്കുന്നത്. സ്കോളർഷിപ്പ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വൻ തുക അടയ്ക്കണമെന്നുള്ള നിബന്ധന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർവകലാശാലയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അരങ്ങേറുന്നത്. പ്രേക്ഷകരെ, ക്യാൻസർ രോഗികൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇനി പങ്കുവെക്കുന്നത്. ക്യാൻസർ പ്രതിരോധത്തിലും ചികിത്സാരംഗത്തും ചരിത്രപരമായ മുന്നേറ്റവുമായി ശാസ്ത്രലോകം. മൊഡോണയും മെർക്കും ചേർന്ന് വികസിപ്പിച്ച പേഴ്സണലൈസ്ഡ് mRNA ക്യാൻസർ വാക്സിൻ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിൽ വൻ വിജയമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏറ്റവും അപകടകാരിയായ മെലനോമ എന്ന ത്വക്ക് ക്യാൻസർ രോഗികളിൽ വീണ്ടും വരുന്നത് തടയുവാനും മറ്റ് അവയവങ്ങളിലേക്ക് പടരുന്നത് തടയുവാനും ഈ വാക്സിൻ സാധിച്ചതായിട്ടാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ക്രീറ്റൂഡ എന്ന പ്രശസ്തമായ ഇമ്മ്യൂണോ തെറാപ്പി മരുന്നിനൊപ്പം ഈ വാക്സിൻ നൽകിയപ്പോൾ ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്ത രോഗികളിൽ ക്യാൻസർ കോശങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെലനോമ ത്വക്ക് ക്യാൻസറിൽ വിജയം കണ്ട ഈ വാക്സിൻ സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ ഭാവിയിൽ മറ്റ് പ്രമുഖ അർബുദ രോഗങ്ങൾക്കെതിരെയും പ്രയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഈ ക്യാൻസർ രോഗം മൂലം വലയുന്ന രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വാക്സിൻ എന്നുള്ളതാണ്. ഏതായാലും സമയപരിധി കാരണം ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. വരും മണിക്കൂറുകളിൽ ദേശീയ തലസ്ഥാനത്ത് നിന്നും കൂടുതൽ വാർത്തകളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഞാൻ S. നന്ദഗോപൻ.